വെൽക്കം ബാക്ക് ടു ധതുമസി യൂട്യൂബ് ചാനൽ. ഇന്ന് ശിവരാത്രിയാണ്. അപ്പോൾ ശിവഭഗവാനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ബ്ലെസ്സിങ്സ് എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്, ജെൻറ്റിൽനെസ് റീഡിംഗ് ആണ്. അടുത്തൊരു ശിവരാത്രിക്കുള്ളിലാണ് നിങ്ങൾക്ക് ഈ ഒരു എനർജി റെസനേറ്റഡ് ആവുന്നത്. അപ്പോൾ അതിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതിനുള്ളിൽ സംഭവിക്കുന്ന ബ്ലെസ്സിങ്സ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1 ഇയറിൻ്റെ ഒരു എനർജി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ വരുന്നതെങ്കിൽ ആ സമയത്താണ് പരമേശ്വരൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് കാളകൂട വിഷം കുടിച്ചിട്ടുള്ള ഭഗവാന് വേണ്ടിയുള്ള സംരക്ഷണം, അതിനുവേണ്ടി എല്ലാ വ്യക്തികളും ഉറക്കം മാറ്റിവെച്ച് പ്രാർത്ഥിക്കുന്ന, അതായത് നമ്മൾക്ക് തരുന്ന ഭഗവാന് വേണ്ടി ഒരു ദിവസം നമ്മൾ കൊടുക്കുന്ന എനർജിയാണ്, പ്രാർത്ഥനയാണ് എന്നുള്ള ഒരു വലിയൊരു മഹത്തരമായിട്ടുള്ളൊരു മെസ്സേജ് ശിവരാത്രി സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് സാക്രിഫൈസിൻ്റെ ഒരു എനർജിയാണ്, ത്യാഗങ്ങളുടെ ലോക നന്മയിൽ നിന്നുകൊണ്ടുള്ള ഒരു എനർജിയാണ്. അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു വൈബ്രേഷനുള്ളൊരു ദിവസമാണ് ഇന്ന്. അങ്ങനെയുള്ള ഒരു ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് എന്ത് ബ്ലെസ്സിങ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജി ഇതിലുണ്ടാവും. നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് എന്താണെന്ന് നമ്മൾ പറയും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വാട്ട് ഈസ് ദ ബ്ലെസ്സിങ് ദാറ്റ് ഈസ് കമ്മിങ് ടുവേർഡ്സ് യു? പരമശിവൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മജ്ഞാനത്തിനെ ഉണർത്തുന്ന വ്യക്തിയാണ്. അതായത് ജാതി മത ഭേദമന്യേ ഒരു വിവേചനവുമില്ലാതെ നന്മയെ മാത്രം, ജസ്റ്റിസിനെ മാത്രം ഊന്നി നിന്നുകൊണ്ട് ലോകത്തിലെ എല്ലാ കാര്യങ്ങളെയും വീക്ഷിക്കുന്ന ഒരു എനർജിയാണ്. ത്രികാലജ്ഞാനിയാണ്, കാലാതീതമായിട്ടുള്ള എനർജിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്ക് അവിടെ എന്ത് ബ്ലെസ്സിങ് ആണ് വരുന്നത് എന്നുള്ളത്. കോൺസെൻട്രേഷൻ, ഇവിടെ നമ്മൾ അടുത്തൊരു എനർജിയിൽ റീഡിങ്ങിൽ കിട്ടിയിരുന്ന സെയിം എനർജിയാണ്. കോൺസെൻട്രേഷൻ ആൻഡ് ഫോക്കസ് നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് ഹയർ വിസ്ഡത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി ഏകാഗ്രമാക്കാനാണ്. മനസ്സിനെ ഏകാഗ്രമാക്കി വെച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന എന്ത് പ്രവൃത്തിക്കും മാജിക്കൽ റിസൾട്ടാണ്, മാജിക്കൽ മാനിഫെസ്റ്റേഷനാണ് അവിടെ വരിക എന്നുള്ള ഒരു എനർജിയാണ്. ആൻഡ് ദെൻ പ്രൊട്ടക്ഷൻ, നിങ്ങൾക്ക് എല്ലാ ഈവിൾ എനർജികളിൽ നിന്നുമുള്ള പ്രൊട്ടക്ഷനാണ് ഇവിടെ വരുന്നത്. ബ്ലെസ്സിങ് ആയിട്ട് തരുന്നത് നിങ്ങളുടെ റൂട്ട് ചക്ര ഇവിടെ സ്ട്രോങ് ആകുകയാണ്. റൂട്ട് ചക്ര ഒരു വ്യക്തിക്ക് സ്ട്രോങ്ങർ ആകുക എന്ന് പറയുമ്പോൾ അവൻ്റെ ലൈഫ് പർപ്പസുകളിലേക്ക് അവൻ കണക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്ക് നിങ്ങൾ കണക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഭാണ്ഡം, കാർമിക് ബാഗേജ് അവിടെ ഒഴിഞ്ഞിട്ടുണ്ട്. ആ ഭാണ്ഡം കാലിയായിട്ടുണ്ട് ഇപ്പോൾ. അതായത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ള നെഗറ്റീവ് കർമ്മങ്ങളുടെ ഫലം തന്ന് അത് ചലഞ്ചുകളായിട്ട് അനുഭവിച്ച് തീർത്തിട്ട് ശനി ഭഗവാന്റെ ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. സാറ്റേൺ ആണ് ആക്ച്വലി മൂലാധാരവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഗണപതിയാണ് മൂലാധാരിയായിട്ട് പറയുക. ഗണപതി വിഘ്നേശ്വരനാണ് നമുക്ക് തടസ്സങ്ങൾ മാറ്റി തരേണ്ടത്. എന്നാൽ ആ വിഘ്നേശ്വരനിലേക്ക് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ആദ്യം ശനി കനിയണം. ആ ഒരു എനർജി ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ട്. പ്രോസ്പെരിറ്റിയാണ് ബോട്ടം എനർജി വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് പ്രോസ്പെരിറ്റി തന്നെയാണ് ഡെഫിനറ്റ്ലി വരാനായിട്ട് പോകുന്നത്. ആൻഡ് കൂടുതലായിട്ട് ശിവഭഗവാന്റെ ബ്ലെസ്സിങ് എന്താണ് നമുക്ക് നോക്കാം. ആദിയോഗി ബ്ലെസ്സിങ് ഓഫ് യോഗ നോളജ് ഫ്രം ദ ഫസ്റ്റ് ഗുരു, കണക്ട് വിത്ത് യുവർ ഇന്നർ സെൽഫ്. ആദി ഗുരു എന്ന് പറയുന്നത് ശിവനാണ്, ലോകത്തിൻ്റെ എല്ലാ ഗുരുവാണ്. അപ്പം ഈ ശിവൻ്റെ ഒരു കണക്ഷൻ നിങ്ങൾ കൂടുതൽ പേരും ഈ ഒരു സമയം ആയിരിക്കണം, അടുത്തിടെ ആയിരിക്കണം ശിവനുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവുക. നിങ്ങളുടെ ഇഷ്ടദേവത എന്ന് പറയുന്നത് ചിലപ്പോൾ അത് കൃഷ്ണനായിരിക്കാം, ചിലപ്പം ശാന്തമൂർത്തികളൊക്കെ ആയിരിക്കാം, മറ്റ് ദേവി ഭാവങ്ങളൊക്കെ ആണെങ്കിൽ റീസൺലി നിങ്ങളിപ്പോൾ ഈ ഒരു ശിവനിലേക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലേക്ക് നിങ്ങൾ എത്തി എന്നുള്ളതാണ്. ഇതൊരു അലൈൻഡായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. റൂട്ട് ചക്രയായിട്ട് കണക്റ്റ് ആകുന്ന വ്യക്തികൾ പൊതുവേ തന്നെ ശിവനുമായിട്ടൊരു കണക്ഷനും അവിടെ വന്നിരിക്കും എന്നുള്ളതാണ്. ഭദ്രകാളിയും വന്നിട്ടുണ്ട്. അതായത് ശിവൻ്റെ ബെറ്റർ ഹാഫാണ്. അത് കർമ്മനിരതയായിട്ടുള്ള, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള
ഇവിൾ എനർജിയെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ബ്ലെസ്സിങ് ഓഫ് സ്പിരിച്വൽ അവെയർനെസ് ആണ്. ശരിക്കും തേർഡ് ഐയുടെ ആക്ടിവേഷൻ ആണ്. നമ്മൾ ശിവഭഗവാനാണ് നമ്മളുടെ 6th സെൻസ് അകക്കണ്ണ് തുറക്കുന്നതെന്ന് പറയുമെങ്കിലും, മൂന്നാമത്തെ നേത്രം എന്ന് പറയുമെങ്കിലും അവിടെ ശക്തിക്കാണ് ശരിക്കുമുള്ള പ്രാധാന്യം ഉണ്ടാവുക. അപ്പം അതാണ് തേർഡ് ഐ ആക്ടിവേഷൻ ആണ് നിങ്ങൾക്ക് വരുന്നത്. ബ്രഹ്മചാരി, യുവർ ഡിറ്റർമിനേഷൻ ആൻഡ് ഹാർഡ് വർക്ക് വിൽ ബി ഫ്രൂട്ട്ഫുൾ. എത്രത്തോളം ഗോൾസിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഡിറ്റർമിനേഷൻ ആവശ്യമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ മടിയുണ്ടായിരുന്നെങ്കിൽ, അലസതയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നൊരു പ്രോസസ്സാണ്. പ്രൊക്രാസ്റ്റിനേഷൻ എല്ലാം മാറ്റിവെക്കുക, അതൊക്കെ നിങ്ങൾക്ക് മാറുകയാണ്. നിങ്ങൾ ശരിക്കും കർമ്മനിരതരാണ്. കാര്യം കർമ്മ എന്ന് പറയുന്ന ഒരു ബാഗേജ് തീർന്നല്ലോ. ഇനി നിങ്ങളുടെ എനർജി എങ്ങും നിങ്ങൾക്ക് ഡ്രെയിൻ ആക്കി കളയാനില്ല. ഇനി നിങ്ങളുടെ എനർജി നിങ്ങളിലേക്ക് തന്നെയാണ് യൂസ് ചെയ്യപ്പെടാൻ പോകുന്നത്. കൂടുതൽ ബ്ലെസ്സിങ് എന്താണ്? യുറാനസ് എൻലൈറ്റ്മെൻറ്റ് ആൻഡ് അവേക്കനിങ് ആണ് ഇവിടെ വരുന്നത്. അതായത് നമുക്ക് ഇന്ദ്രൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയാം. ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഒരു വ്യക്തിയായിട്ട് കാണും. എന്നാൽ അതൊരു വ്യക്തിയല്ല, അതൊരു പദവിയാണ്. 33 ദേവന്മാരുടെയും അധിപനായിട്ടുള്ള പദവിയെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അതായത് ഇന്ദ്രിയങ്ങളെയെല്ലാം വശമതനാക്കിയവനാണ് ഇന്ദ്രൻ എന്ന് പറയും. അപ്പോൾ നമ്മളുടെ 5 ഇന്ദ്രിയങ്ങളെയും 5 സെൻസസിനെയും നിങ്ങളുടെ കൺട്രോളിൽ നിർത്തുക. അപ്പോൾ അങ്ങനെ ആ 5 സെൻസസിനെ കൺട്രോൾ വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു 6th സെൻസിലേക്ക് നിങ്ങൾ കണക്റ്റ് ആവുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ലിബ്ര എന്ന് പറയുമ്പോൾ ബാലൻസിങ്ങിൻ്റെ എനർജിയാണ്. എന്താണ് ബാലൻസ് ചെയ്യുന്നത്? ഇമോഷണൽ ബാലൻസ് ഉണ്ട്. അതായത് നമുക്കിവിടെ ടെമ്പറൻസിൻ്റെ എനർജി പറയാം, ഹീലിങ്ങിൻ്റെ എനർജി, സ്റ്റാർ കാർഡിൻ്റെ എനർജി പറയാം. അപ്പോൾ ഇതിൽ ജഡ്ജിങ്ങിൻ്റെ എനർജി വന്നു കഴിഞ്ഞു. സാറ്റേണിൻ്റെ ബ്ലെസ്സിങ്, സാറ്റേൺ എക്സോൾട്ടഡ് ആവുന്നത്, സാറ്റേൺ ഏറ്റവും ബലവാനാകുന്നത് നിങ്ങളുടെ തുലാം രാശിയിലാണ്. അപ്പം തുലാം രാശിയിൽ നിങ്ങൾക്ക് എനർജി കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാർമിക് ലിബറേഷനാണ്. രണ്ടാമത് ഇനി നിങ്ങൾക്ക് ജഡ്ജ്മെൻ്റൽ ആവാതെ ജഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് പറയുമ്പോൾ മുൻവിധികളും മുൻധാരണകളുമല്ല, ആ സാഹചര്യത്തിനെ അതിൻ്റെതായ രീതിയിൽ ജഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഈഗോ ലെവൽ ഇവിടെ വളരെയധികം കുറഞ്ഞിരിക്കുന്ന എനർജിയാണ്. വെസ്റ്റാണ് നിങ്ങളുടെ സ്പിരിച്വൽ സെൻറ്ററിലേക്ക് നിങ്ങൾ കണക്റ്റ് ചെയ്യപ്പെടുന്ന എനർജിയാണ്. ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ്. ഇനി നമുക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്ന തോട്ട്സ് അത് ഷിഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. എങ്കിൽ എന്തിലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്തത്? അതായത് നിങ്ങളുടെ ഒരു കറണ്ട് എനർജി, അതുപോലെ വാട്ട് ഇസ് കമ്മിങ് ഇൻ റിയാലിറ്റി, നിങ്ങളിലേക്ക് ഇനി അടുത്തതായിട്ട് റിയാലിറ്റിയിൽ എന്താണ് വരാൻ പോകുന്നത്, അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇപ്പം ഉള്ള കാര്യമാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻറ്റ്യൂഷൻ. യെസ്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സെയിം കാര്യമാണ്. നിങ്ങളുടെ 6th സെൻസുമായിട്ട് നിങ്ങൾ കണക്റ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് യൂണിവേഴ്സ്, നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹയർസ്റ്റ് സെൽഫുമായിട്ട് നിങ്ങൾ കണക്റ്റ് ചെയ്യുകയാണ്. വാവ്, ഇത് എക്സാക്ട്ലി കാർമിസിറ്റി കഴിഞ്ഞ് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുന്ന എനർജിയാണ്. ഡെസ്റ്റിനി, സോൾ പർപ്പസിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. സോ ലക്ക് ഇസ് ആക്ച്വലി ഇൻ ഫേവർ ഓഫ് യു. നിങ്ങളുടെ കരിയറിൽ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു എനർജിയും കൂടെ ഇവിടെ വരുന്നുണ്ട്. സോ ഇതാണ് നിങ്ങളുടെ സബ് കോൺഷ്യസിൽ നടക്കുന്നത്. ഇനി നിങ്ങളുടെ റിയാലിറ്റിയിൽ അതിനോടനുബന്ധിച്ച് ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് നോക്കാം. വാട്ട് ഈസ് എ ബ്ലെസ്സിങ് ഡ്യൂറിങ് ശിവരാത്രി സമയം? ഓക്കെ, റെയിൻബോ കളേഴ്സാണിത്. ഇത് നിങ്ങളുടെ ചക്ര എനർജി ബ്രൈറ്റൺ അപ്പ് ആയിട്ടുണ്ട്, ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ലൈറ്റ്, എൻലൈറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, വിസ്ഡം വരുന്നുണ്ട്. എൻലൈറ്റഡ്, അഡാപ്റ്റബിൾ, സോൾഫുൾ, കണക്റ്റഡ്. നിങ്ങൾ ഇവിടെയും യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ്, ഗ്രൗണ്ടഡ് ആണ്. നിങ്ങൾ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ വിഷയം, പ്രശ്നം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. വാവ്, റെയിൻബോ 2 തവണയാണ് വന്നത്. റെയിൻബോ എന്ന് പറയുന്നത് നമ്മൾ ഫുൾഫിൽമെൻറ്റിനെ കാണിക്കുന്നു.
വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നുണ്ട്. യെസ്, വിഷസ്, ഗോൾസ്, ഡ്രീംസ്, അക്കംപ്ലിഷ്മെൻറ്റ്സ് വരുന്നുണ്ട്. മാജിക്കലി മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയാണ് നിങ്ങളുടെ ഡ്രീംസ്. ആൻഡ് ബ്ലൂ കളർ ഇസ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്. ബ്ലൂ കളർ എന്ന് പറയുന്നത് നിങ്ങളുടെ ത്രോട്ട് ചക്ര, നീലകണ്ഠൻ എന്നാണ് പറയുന്നത് അല്ലേ. ശിവരാത്രിയുടെ ഐതിഹ്യം തന്നെ കാളകൂട വിഷം കുടിച്ച സമയത്ത് ആ വിഷം ഉള്ളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പാർവതി ദേവി തൊണ്ടയിൽ കയറി അങ്ങ് പിടിക്കുകയാണ്. ആ സമയത്ത് അത് പുറത്തു പോകാതിരിക്കാൻ മഹാവിഷ്ണു വാ അടച്ചു പിടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷം എന്ന് പറയുന്നത് തൊണ്ടയിൽ ഘനപ്പെട്ട് നീല നിറം വന്ന് അങ്ങനെയാണ് നീലകണ്ഠൻ എന്നുള്ള ഒരു നാമം പരമശിവൻ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂ കളറുമായിട്ട് ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ത്രോട്ട് ചക്ര ആക്ടിവേറ്റഡ് ആകുകയാണ്. ആൻഡ് ഓൾസോ നിങ്ങളുടെ തേർഡ് ഐ ചക്രയും ആക്ടിവേറ്റഡ് ആകുകയാണ്. നിങ്ങൾ കൂടുതൽ വൈസ് ആകുകയാണ്. നിങ്ങളുടെ ബുദ്ധി ഉദിക്കുകയാണ് എന്നുള്ളതാണ്. ഹോണസ്റ്റ്, ട്രസ്റ്റ് വർത്തി, ഒബ്സർവ്, നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കില്ല് നിങ്ങൾക്ക് കൂടുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് അടുത്തതായിട്ട് നിങ്ങളിൽ വരുന്ന എനർജി ഷിഫ്റ്റ് എന്താണ്, റിലേഷൻഷിപ്പിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്ന എനർജി ഷിഫ്റ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. Yes, what is the energy shift happening to you right now in your relationship? Blessings for your relationship. Distorted feminine energy, okay, to intimacy, and also the garden. Okay, ഇവിടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇൻറ്റിമസി വളരെയധികം കൂടുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് മാറുന്നുണ്ട്. വിഷ് ഫുൾഫിൽമെൻറ്റ് പോലെ നിങ്ങളുടെ എനർജി മാറുന്നുണ്ട്. ഫ്രം ദി ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ എനർജി യു ആർ കണക്റ്റിംഗ് ടു ഡിവൈൻ ഫെമിനൈൻ എനർജി. അത് അവേക്കനിങ് ആണ്, അവേക്കനിങ്ങിൻ്റെ എനർജിയാണ്. ഡിസ്റ്റോർട്ടഡ് മെസ്കുലൈൻ, ഓക്കെ, ഇവിടെ ശരിക്കും ഒരു ഡബിൾ പ്രൊമോഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ ഡിവൈൻ ഫെമിനൈൻ ആവുന്നുണ്ട്. ഡിസ്റ്റോർട്ടഡ് മെസ്കുലൈൻ്റെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റികൾ പുറത്ത് വരികയും ആ നെഗറ്റിവിറ്റികളെ അവർ തിരിച്ചറിഞ്ഞ് ഇമോഷണൽ കണക്ഷനിലേക്കും ഇൻറ്റിമസിയിലേക്കും അവർ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അതായത് ഒരു റീയൂണിയൻ ഇവിടെ പോസിബിൾ ആവുന്നുണ്ട്. ഗാർഡൻ ഇസ് ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫോർ യു. പ്രകൃതിയുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുകയാണ്, റിലാക്സേഷൻ ആണ്. ഇറ്റ് ഈസ് ആക്ച്വലി കണക്റ്റിംഗ് ടു ഗ്രീൻ. അപ്പോൾ ഹാർട്ട് ചക്ര ആക്ടിവേറ്റഡ് ആവുന്നുണ്ട്. അവിടെ ഫൊർഗീവ്നെസ് ആണ് ബോട്ടം എനർജി വന്നത്. ഫൊർഗീവ്നെസ് നിങ്ങൾ മനഃപൂർവ്വമായിട്ട് തന്നെ ചെയ്യുന്നത് വഴിയും നിങ്ങളുടെ ഹാർട്ട് ചക്ര ഇപ്പോൾ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. നിങ്ങളുടെ 4 ഡയമെൻഷനിൽ നിന്നൊരു 5D സ്പേസിലേക്ക് നിങ്ങളുടെ ഹാർട്ട് ഉയരുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ്. സോ ഇത് വിഷ് ഫുൾഫിൽമെൻറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്കുള്ളൊരു ശിവരാത്രി ബ്ലെസ്സിങ്സ് ഫ്രം ലോർഡ് ശിവ. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എനർജി ബ്ലെസ്സിങ്സ്, ജനറൽ ആയിട്ടുള്ള ഒരു എനർജിയാണ്. നോട്ട് എവ്രി വേർഡ് ഇസ് ഫോർ എവ്രി വൺ. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ഇൻഡിവിജ്വലായിട്ട് നോക്കാൻ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വേണമെങ്കിൽ പേഴ്സണൽ ഗൈഡൻസിനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ലഭ്യമാവുന്നതാണ്. ഇനി ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും ചാനൽ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു മോട്ടിവേഷനും കൂടെയാണ്, നമ്മുടെ ചാനലിൻ്റെ ഒരു ഗ്രോത്തിനും അത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമ്മളുടെ ഗ്രോത്തിന് എപ്പോഴും സപ്പോർട്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആണ് ശരിക്കും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് തരുന്നത് വഴി നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ്, സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, സ്പിരിച്വൽ ഹീലിങ്സ്, റിലേഷൻഷിപ്പ് ഹീലിങ്സ്, ഇമോഷണൽ ട്രോമ ഹീലിങ്സ് ഒക്കെ ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിങ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും കിട്ടില്ല. വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു റെസ്പോൺസ് ലഭ്യമാവുന്നതാണ്.
ആൻഡ് നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സസ് ആയതുകൊണ്ട് ഡീറ്റെയിൽസ് എല്ലാം വരും. ഈസിയാണ് ജോയിൻ ചെയ്യാനും പഠിക്കാനും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. നാളെ ന്യൂ മൂൺ ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നാളെ അപ്ലോഡ് ചെയ്യുന്നത് ന്യൂ മൂൺ എനർജി ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് കർമ്മകൾ അവിടെ തീർത്ത് ഒരു ന്യൂ എനർജി, ന്യൂ ബിഗിനിങ്ങിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുണ്ട്. കളക്റ്റീവ് എനർജി ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നാളെ ആ ഒരു എനർജിയുമായിട്ട് കാണാം. അതുവരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ഹാപ്പി ശിവരാത്രി.